ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മളിപ്പം ജീവനുള്ളതെന്നോ ഇല്ലാത്തതെന്നോ ഒക്കെ പറയുന്നതെല്ലാം തന്നെ ഈശ്വരൻ തന്നെയാണ്, ഈശ്വരാംശം തന്നെയാണ്. അവർക്കൊരു എപ്പോഴും കുറേ അനിഷ്ടങ്ങൾ വരികയാണ് ജീവിതത്തിൽ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ. അങ്ങനെ ബാംഗ്ലൂരാണ് അവർ സെറ്റിൽഡ് ആയിരിക്കുന്നത്, മലയാളികളാണ്. നാവിലതാണ് അന്നേരം തോന്നുന്നത്, അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളത്. എന്നിട്ട് ആ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ടു. പിന്നീട് നോക്കുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഈശാന കോണിലായിട്ടൊരു കിണറുണ്ട്, ഈ ക്ഷേത്രത്തിൻ്റെ പ്രസൻസ് കണ്ടത്. അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം, അവിടെ അടുത്തുള്ള ഒരു നമ്പൂതിരി തറവാട്ടിൽ നിന്ന് ഈ പറമ്പ് അവരുടെയാണ്, അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് വന്നു എന്നാണ്. തീർച്ചയായിട്ടും രണ്ടും ദേവതകളുടെയും സ്വാധീനമുണ്ട്. അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ അനിഷ്ടമായിട്ടുള്ള കാര്യങ്ങളും നല്ല കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയാണ്. നമസ്കാരം. ദി അൺഎക്സ്പ്ലെയിൻഡിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളോടൊപ്പം ശ്രീമതി ശാന്ത വിജയ് എത്തിച്ചേർന്നിട്ടുണ്ട്. നമസ്കാരം ചേച്ചി. നമസ്കാരം. ഒരു പുതിയ എപ്പിസോഡ്, പുതിയ കാര്യങ്ങൾ, വളരെ 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 പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് നമുക്ക് പ്രേക്ഷകരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഫീഡ്ബാക്സും ഉണ്ട്. അതെല്ലാം, ആ മാറ്റങ്ങളെല്ലാം നമ്മളിതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഈ ഒരു വളരെ നല്ല ഒരു എൻകറേജ്മെൻറ്റിന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡിലേക്ക് കടക്കാം. ചേച്ചി, കുറച്ച് പേര് നമ്മളുടെ പ്രേക്ഷകരിൽ നിന്ന് തന്നെ വന്നൊരു ചോദ്യമാണ് എനിക്ക് ചേച്ചിയോട് ചോദിക്കാനുള്ളത്. ജനറലി നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് ആൾക്കാർ ഈ പരദേവതകൾ അല്ലെങ്കിൽ കുടുംബക്ഷേത്രങ്ങളൊക്കെ തപ്പിപ്പോകുന്നത് കാണാറുണ്ട്. അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ ആ ട്രെൻഡ് എന്നുള്ള വാക്ക് ഞാൻ യൂസ് ചെയ്യുന്നത്, കൂടുതൽ ആൾക്കാർ അത് അന്വേഷിച്ച് പോകുന്നുണ്ടെന്ന് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അതിൻ്റെ പ്രസക്തി എന്താണ്? കാരണം എല്ലാ ശക്തിയും എല്ലാ ദൈവങ്ങളും, ഇപ്പം ദേവി എന്ന് പറയുന്നതോ മഹാവിഷ്ണു എന്ന് പറയുന്നതോ ഗുരുവായൂർ, എല്ലാം കൃഷ്ണനും ശിവനും എല്ലാം ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ നിങ്ങൾക്കൊരു കുടുംബക്ഷേത്രമുണ്ട്, ആ ദേവതയെ പോയി കാണണം, പൂജിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു പിടിയില്ലാതെ തപ്പി നടക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാനുണ്ട്. അപ്പൊ ആ വിഷയത്തിനെ കുറിച്ചാണ് ഇന്ന് കൂടുതൽ എന്തെങ്കിലും നമുക്കൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. കുടുംബദേവത എന്ന് പറഞ്ഞാൽ, അതിനു മുൻപേ തന്നെ നമുക്ക് പറയേണ്ട കാര്യം, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മളിപ്പം ജീവനുള്ളതെന്നോ ഇല്ലാത്തതെന്നോ ഒക്കെ പറയുന്നതെല്ലാം തന്നെ ഈശ്വരൻ തന്നെയാണ്, ഈശ്വരാംശം തന്നെയാണ്. പക്ഷേ നമുക്ക് കാറ്റെല്ലായിടത്തും ഉണ്ട്, പക്ഷെ ഒരു വിശ്രയെടുത്ത് വീശിയാൽ നമുക്കത് അനുഭവപ്പെടും എന്ന് പറഞ്ഞതുപോലെ ഈ ഈശ്വര ചൈതന്യത്തെ നമ്മളൊരു പ്രത്യേക രീതിയിൽ സ്ഥാപിക്കപ്പെടുമ്പോൾ അവിടെ ആ എനർജി നമുക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടും. അപ്പോൾ ഈ കുടുംബദേവത എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിലെ ഏതോ ഒരു വ്യക്തി, നമ്മളുടെ കുടുംബത്തിൻ്റെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് ഒരു ദേവതയെ അവർക്ക് ഇഷ്ടമുള്ള ഭാവത്തിൽ ആ ദേവതയെ പ്രതിഷ്ഠിച്ച് പൂജകളും അനുഷ്ഠാനങ്ങളും ഒക്കെ നടത്തി വരുന്നതാണ്. അപ്പോൾ ഈ കുടുംബദേവതയുടെ ഈ ദേവതകൾ മനുഷ്യർ പ്രതിഷ്ഠിക്കുന്നതായതുകൊണ്ട് അവിടെ സങ്കല്പത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സ് പോലെ അവർക്കും മനസ്സുണ്ടല്ലോ. നമ്മൾ ഇന്ന തരത്തിലുള്ള പൂജകളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിക്കാം, നമ്മളുടെ കുടുംബത്തിന്റെ സംരക്ഷകരായിട്ടിരിക്കണമെന്നാണ് സങ്കല്പം. നമ്മുടെ മാത്രം ഗ്രാമദേവതയാണ്, ഗ്രാമത്തിന്റെ മൊത്തമാണ്. അപ്പം ഗ്രാമത്തിലുള്ളവരെല്ലാം ആ ദേവതയെ സന്ദർശിക്കാം, അനുഗ്രഹം സ്വീകരിക്കാം. ഈ കുടുംബക്ഷേത്രത്തിലും ആളുകൾക്ക് പോകാൻ പാടില്ല എന്നല്ല, പക്ഷെ ആ കുടുംബദേവത നമ്മളുടെ ഒരു മുത്തശ്ശിനെ പോലെ നമ്മളോട് ഒരു പ്രത്യേക സ്നേഹമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവരെ നമ്മൾ പോയി കാണണം, അവർ നമ്മളെ ആഗ്രഹിക്കും കാണാൻ വേണ്ടി. ദേവതകൾക്ക് ആ മനസ്സുണ്ടല്ലോ, അവർക്ക് നമ്മളുടെ സ്നേഹമാണ്, അല്ലെ നമ്മളുടെ പ്രസൻസ് അവർ ആഗ്രഹിക്കും. അങ്ങനെയുള്ള ദേവതകളെ വെച്ച് ആരാധിച്ച ആളുകളുടെ കാലം കഴിയുമ്പോൾ ആ ക്ഷേത്രത്തിനെ അവഗണിക്കുന്നത് നമ്മളുടെ ഒരു പൂർവികരായിട്ടുള്ള ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട, സ്നേഹിക്കപ്പെടേണ്ട ഒരു വ്യക്തിയെ നമ്മൾ അവഗണിക്കുന്നത് പോലെ തന്നെ. അപ്പോൾ അതായിരിക്കും ചിലപ്പോൾ പ്രശ്നം നോക്കുമ്പോഴും ജാതകം നോക്കുമ്പോഴൊക്കെ നിങ്ങളുടെ കുടുംബദേവതയുടെ അപ്രീതി കാണുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ ഈ കുടുംബദേവത വളരെ നല്ലതായിട്ടിരുന്നു കഴിഞ്ഞാൽ ആ ദേവതാ ചൈതന്യം, ഓരോ ദേവതകൾക്കും ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ നന്നായിട്ട് പരിപാലിക്കപ്പെടുന്ന കുടുംബക്ഷേത്രത്തിലുള്ള തലമുറകളിൽ വരുന്ന എല്ലാവരുടെയും ഗ്രഹനിലയിൽ ആ തത്വം സൂചിപ്പിക്കുന്ന ഗ്രഹം പവർഫുൾ ആയിരിക്കും. അത് ഞാൻ റിസർച്ച് പോലെ ചെയ്തിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പൊ ചൊവ്വയാണെങ്കിൽ അവരുടെ ജാതകത്തിലെല്ലാം ചൊവ്വ വളരെ നന്നായിട്ട്. ചേച്ചി നമുക്ക് ഇതവണ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് കൂടി, എന്നാലും കേട്ടിട്ടില്ലാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു പുതിയ ഇൻഫർമേഷൻ. അതുപോലെ ഏത് ഗ്രഹമായാലും ആ ഗ്രഹം വളരെ പവർഫുൾ ആയിട്ട് ജാതകത്തിലുണ്ടാകും. ആ ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന അനുഭവങ്ങൾ ഈ വ്യക്തികൾക്ക് വളരെ പോസിറ്റീവായ രീതിയിൽ വരും. അതേസമയം ഇത്
അവഗണിക്കപ്പെട്ടിരുന്നാൽ അത് സംബന്ധിച്ചുള്ള ദുര്യോഗങ്ങൾ ധാരാളമായിട്ട് കാണും. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് ഒരിക്കൽ കൂടുതൽ സംസാരിക്കാം. ഇപ്പോൾ ഈ കുടുംബദേവതയുടെ കാര്യം ചോദിച്ചപ്പോൾ ഇപ്പോൾ എനിക്ക് ഒരു അനുഭവം ഉണ്ടായ കാര്യം ഞാൻ പറയാം. ഒരു സംഭവം 2-3 വർഷം മുന്നെയാണ് എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ വീട്ടില് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന് ബാംഗ്ലൂരാണ് അവര്. അവിടെ പോയി അവർക്കൊരു എപ്പോഴും കുറെ അനിഷ്ടങ്ങൾ വരികയാണ് ജീവിതത്തില്, രോഗങ്ങള്, ബുദ്ധിമുട്ടുകള്. അങ്ങനെ ബാംഗ്ലൂരാണ് അവർ സെറ്റിൽഡ് ആയിരിക്കുന്നത്, മലയാളികളാണ്. അപ്പൊ അവിടെ പ്രശ്നം ജ്യോതിഷം നോക്കാൻ പോയി. ഇപ്പൊ അവിടെയുള്ള ജ്യോതിഷം പറഞ്ഞു, നിങ്ങൾക്കൊരു കുടുംബ ദേവതയുണ്ട്, നിങ്ങൾ അവഗണിച്ചിരിക്കുകയാണ്. ആ ദേവതയെ കണ്ടെത്തി നിങ്ങൾ വേണ്ടവണ്ണം പരിപാലിക്കണം, എന്നാൽ മാത്രമേ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഈ ദോഷങ്ങൾക്കൊരു പരിഹാരമാകൂ. വേറൊരു ജ്യോതിഷം പറയും. ബാംഗ്ലൂരുള്ള ഒരാള്. അപ്പോൾ ഈ എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, ആ ദേവതയെ പോയി ഒന്ന് കണ്ടെത്തണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് തരുന്നൊരു പണിയാണല്ലോ, ഇത് വലിയ ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറഞ്ഞു. കാരണം എനിക്ക് ആ ഗ്രഹനില കണ്ടപ്പോഴേ മനസ്സിലായി അങ്ങനെ ഒരു ദേവത അറിയപ്പെടുന്നില്ല. പക്ഷെ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മളത് അന്വേഷിക്കണമല്ലോ. അപ്പൊ ഞാൻ ഇത് കോഴിക്കോടാണ്, കൊയിലാണ്ടിക്ക് അടുത്താണ്. അപ്പൊ ഞാൻ ഇവിടുന്ന് അവിടെ പോയി. ഇദ്ദേഹത്തിന്റെ ഗ്രഹനില ഓൾറെഡി എനിക്കറിയാം. പിന്നെ അവരുടെ കസിൻസ്, റിലേറ്റീവ്സിനെയൊക്കെ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ എല്ലാവരുടെയും ഗ്രഹനിലകൾ പരിശോധിച്ചു നോക്കി. കുറെ പേരുടെ, ഒരു 10-15-20 പേരുടെ ഗ്രഹനിലകൾ ഞാൻ നോക്കി, ഈ കുടുംബദേവത എങ്ങനെയുണ്ട്, എവിടെയാണെന്നൊക്കെ. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇപ്പൊ ഈ നമുക്ക് എല്ലാവരുടെയും ഗ്രഹനിലയില് ഇതിനെ കുറിച്ചുള്ള ഒരു റെഫറൻസ് ഉണ്ടാവണം. നമ്മളുടെ ഒരു ബന്ധുവിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ശ്രേഷ്ഠമായിട്ടോ അല്ലെങ്കിൽ അതീവ മോശമായിട്ടോ ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഒരു ദുഃഖം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഗ്രഹനിലയിലും സൂചിപ്പിക്കും. നമുക്ക് ദുഃഖം ഉണ്ടാകുമല്ലോ നമ്മൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക്. അതുപോലെ സന്തോഷമുള്ള അനുഭവങ്ങൾ സാധാരണ അല്ല, അതിൽ കൂടുതലായിട്ടുള്ള എടുത്തു പറയത്തക്ക സന്തോഷങ്ങളോ ഭാഗ്യങ്ങളോ ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ ഗൃഹനിലയിലും ആ സന്തോഷം സൂചിപ്പിക്കപ്പെടും. അപ്പോൾ ഈ ഒരു നമ്മുടെ ഒരു കുടുംബദേവത എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ബന്ധുവോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളെ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യോ അതുപോലെ തന്നെ നമ്മുടെ ഗൃഹനിലയിൽ റിഫ്ലക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. ഭാവമുണ്ട്, 4-ാം ഭാവം കൊണ്ടാണ് പറയുന്നത്. ചില ഗ്രഹങ്ങളുണ്ട് സ്ഥാനം വെച്ചിട്ട്. ഓക്കെ. അപ്പൊ എന്റെ ഒരു സംശയം ഇതില്, കഥ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഇത് ചെയ്തതാണ്, ഒരു സംശയം വന്നപ്പോഴേ ഞാൻ ചോദിക്കാൻ മറന്നുപോയാലോ. ചില ആൾക്കാർ ഇപ്പൊ ചില കുടുംബത്തില് അങ്ങനത്തെ ഒരു പ്രസിഡൻസ് ഇല്ലാത്ത കുടുംബങ്ങൾ ഉണ്ടാവാമല്ലോ. അതായത് എനിക്കിപ്പോ എൻ്റെ അമ്മയുടെ ഫാമിലിയിലും അച്ഛൻ്റെ ഫാമിലിയിലും 2 സ്ഥലത്തും ഈ കുടുംബക്ഷേത്രങ്ങൾ ഉണ്ട്. പക്ഷെ എനിക്ക് പല സുഹൃത്തുക്കളും ഉണ്ട് അങ്ങനെ ഒരു ഇത് കേട്ടുകേൾവിയേ ഇല്ല, അല്ലെങ്കിൽ ഒരു പക്ഷെ അവരുടെ കുടുംബത്തിലില്ല, അവരുടെ വിശ്വാസത്തിന്റെ അവരുടെ സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു കുടുംബക്ഷേത്രം ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ക്ഷേത്രമില്ല, അവരുടെ പൂർവികർ അങ്ങനെ ഒരു ആചരണം ചെയ്തിട്ടില്ല. അപ്പോൾ അവരുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏറ്റവും അടുത്ത ക്ഷേത്രം ഉണ്ടാകുമല്ലോ, അവിടെ പോകാം, ആ ദേവതയെ അവർക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, ശരി. അപ്പൊ ബാക്കി കഥയിലേക്ക് വരാം. എല്ലാവർക്കും ഉണ്ടാകണം എന്നില്ല, കാരണം എല്ലാവരും അത്ര ഈശ്വര വിശ്വാസികളൊന്നും ആയിരിക്കണം നിർബന്ധമില്ലല്ലോ. അപ്പൊ നമ്മളുടെ ഒരു മുത്തശ്ശിയെ പോലെ തന്നെയാണ് അവര് ആയിട്ട് നമുക്കുള്ള അടുപ്പം. ഇപ്പൊ നമ്മള് ചിലർ ചോദിക്കാറുണ്ട്, അവിടെ പോകുന്നില്ല, പകരം ഞങ്ങൾ ഈ അടുത്ത ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. അപ്പൊ നമ്മളുടെ മുത്തശ്ശിനെ കാണാൻ നമ്മൾ പോകുന്നതും അടുത്ത വീട്ടിലെ മുത്തശ്ശിനെ കാണാൻ പോകുന്നതും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് മുത്തശ്ശൻ ഇല്ലെങ്കിൽ അടുത്ത വീട്ടിലെ അതെ. ശരി, അങ്ങനെയാണ്. അപ്പൊ ഞാനിങ്ങനെ നോക്കി എല്ലാവരുടെയും ഗ്രഹനിലകൾ പരിശോധിച്ചു. അതിന് വലിയൊരു ക്ഷേത്രം ഉള്ളതായിട്ടൊരു കാണുന്നില്ല. അവസാനം ഒരു 3 മണിയോട് അടുത്ത സമയമായപ്പോ ഞാൻ പ്രശ്നം വെച്ച് നോക്കി, അവിടെ വെച്ചിട്ട് പ്രശ്നം വെച്ച് നോക്കിയപ്പോ ഒരു ക്ഷേത്രമുണ്ട്. പക്ഷെ അത് ഞാൻ അവരോട് പറഞ്ഞ സെന്റൻസ്, ഇപ്പൊ പ്രസവിച്ച കുഞ്ഞിനെ പോലെയുള്ള ഒരു പ്രസൻസ് ഉണ്ട്, പക്ഷെ ക്ഷേത്രമായിട്ടൊന്നും ഇല്ല എന്ന് പറയും. വീണ്ടും അത് എവിടെയാണെന്ന് അറിയണമല്ലോ, ഇവർക്കും ഒരു അറിവുമില്ല. അങ്ങനെ നോക്കുമ്പോൾ അവരുടെ ഇപ്പൊ ഇരിക്കുന്ന വീടിന്റെ തറവാടിന്റെ തെക്ക് ഭാഗത്തായിട്ട് ഒരു ശാസ്താ ക്ഷേത്രമുണ്ട്, അതിന്റെ അടുത്താണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ശാസ്താ ക്ഷേത്രത്തിന്റെ ആ പേരിന്റെ ആദ്യത്തെ അക്ഷരം ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ അതിലൊരു കുട്ടിക്ക് അറിയായിരുന്നു. അവര് പറഞ്ഞ ഇന്ന സ്ഥലത്തൊരു ക്ഷേത്രമുണ്ട്, അവിടെ നമ്മുടെ ഒരു റിലേറ്റീവ് ഉണ്ട്, അവിടെ ആയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് അങ്ങോട്ട് പോകാം. ഇനി ഒരു 5 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും കൂടെ അവിടേക്ക് പോയി. അതൊരു
പ്രദേശമാണ്. വലിയ പനകളൊക്കെ വളർന്നു നിൽക്കുന്ന കാടൊക്കെയുള്ള ഒരു വലിയ പറമ്പൊക്കെ ആയിട്ട് അവിടെ ഒരു വീടുണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും ഒരു കുഞ്ഞുണ്ട്, ചെറിയ കുട്ടിയുണ്ട്. അപ്പൊ അവിടെ ഒന്ന് ചോദിച്ചു ഇങ്ങനെ വല്ല ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതാ ഇവിടെ നോക്കൂ, മഴ പെയ്ത് വളരെ വലിയ മഴ പെയ്തപ്പോൾ ഇങ്ങനെ മണ്ണ് ഒലിച്ചു പോയപ്പോൾ ഒരു വിഗ്രഹം പോലൊരു പ്രസൻസ് അവിടെ കണ്ടു. അതിൽ ഞങ്ങൾ പോയിട്ട് വിളക്കൊക്കെ വെക്കുന്നുണ്ട്. അതിപ്പോ 1.5 വർഷമായി. അപ്പൊ ഈ വിളക്ക് വെച്ചതിന് ആരാധിക്കാൻ തുടങ്ങിയതിന് ശേഷം അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചു പോലും. 14 വർഷമായിട്ട് അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ഇതിന് ശേഷം കുഞ്ഞുണ്ടായി. അപ്പൊ അവര് നിത്യേന അത് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ചെന്ന് നോക്കുമ്പോ മണ്ണിന് അടിയിൽ മുഴുവനായിട്ട് പുറത്തൊന്നും പറയാൻ പറ്റില്ല, ആ രീതിയിലിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാനിത് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഇത് മാത്രമല്ല വേറെയും ഉണ്ടാകും. അപ്പൊ ഇവിടെ മുഴുവൻ കാട് കയറി കിടക്കുന്നു. ഞാൻ തന്നെയാണ് കാടൊക്കെ പകഞ്ഞു മാറ്റി ഒരു ഡയറക്ഷനിലേക്ക് പോയി നോക്കിയപ്പോൾ അവിടെ വിഗ്രഹങ്ങളുണ്ടായിരുന്നു, വേറെ വിഗ്രഹങ്ങളുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ വിഗ്രഹങ്ങൾ, അപ്പൊ ഏത് ദേവിയുണ്ട്, അതുപോലെ നാഗങ്ങള്, പ്രശാന്തി മനസ്സിലായതാണ്. അങ്ങനെ ആ വിഗ്രഹം കണ്ടതിന്റെ കുറച്ചപ്പുറത്ത് ഒരു സ്പോട്ട് ലൊക്കേറ്റ് ചെയ്തിട്ട് മണ്ണ് മാന്തി നോക്കിയപ്പോൾ ശരിക്കും ഒരു ക്ഷേത്രത്തിന്റെ പൂർണ്ണമായിട്ടുള്ള അവശിഷ്ടങ്ങള് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് ക്ഷേത്രമാണെന്ന് അന്ന് തന്നെ മണ്ണ് മാറ്റി നോക്കിയപ്പോ ഇതെല്ലാം നമ്മൾ കണ്ടു. ആ ചെറുതായിട്ടിരുന്നുകൊണ്ടായിരിക്കും ഗർഭസ്ഥ അല്ലെങ്കിൽ ജസ്റ്റ് പ്രസവിച്ച കുഞ്ഞിനെ. അതെ അതെ, ക്ഷേത്രം ഇല്ലല്ലോ, പ്രാരംഭമല്ലേ തുടങ്ങുന്നുള്ളൂ. എനിക്ക് അപ്പോഴങ്ങനെയാണ് വായിൽ വന്ന ഒരു സെന്റൻസ്, ഞാൻ അത് അങ്ങനെയാണ് അവരോട് പറഞ്ഞത്. നാവിലതാണ് അന്നേരം തോന്നുന്നത്, അതുകൊണ്ട് പറഞ്ഞു ഉള്ളൂ. എന്നിട്ട് ആ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളൊക്കെ കണ്ടു. പിന്നീട് നോക്കുമ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ഈശാന കോണിലായിട്ടൊരു കിണറുണ്ട്, ഈ ക്ഷേത്രത്തിന്റെ പ്രസൻസ് കണ്ടത്. അപ്പോൾ അവര് പറഞ്ഞ ഒരു കാര്യം, അവിടെ അടുത്തുള്ള ഒരു നമ്പൂതിരി തറവാട്ടിൽ നിന്ന് ഈ പറമ്പ് അവരുടെയാണ്, അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടു വന്നു എന്നാണ്. ഇതിനു മുന്നേ തന്നെ? ഇതിനു മുന്നേ ഈ ഇവര് വിളക്ക് വയ്ക്കാൻ തുടങ്ങി ആ ഒരു സമയത്ത് തന്നെ, ഞാൻ എത്തുന്നതിന് മുൻപ് ഈ അവര് വന്നിട്ട് ഭൂമിയാണ് ആവശ്യപ്പെട്ടത്. ഇത് അവരുടേതാണ്, അതിന്റെ ഡോക്യുമെന്റ് ഒക്കെ അവരുടെ കൊണ്ടുപോയി. പണ്ട് പുരാതന ലീഗലി തന്നെ അവരുടെ ആയിരുന്നു. അത് രാജാവ് അവർക്ക് പതിച്ചു കൊടുത്ത സ്ഥലമായിരുന്നു. അപ്പൊ അങ്ങനെ ഈ വന്ന തറവാട് ഫാമിലി അന്വേഷിച്ചു വരാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ, അവര് വേറൊരു സ്ഥലത്ത്, അവിടുന്ന് ഒരു 50 കിലോമീറ്ററോളം ദൂരെയുള്ള ഒരു സ്ഥലത്ത് അവർക്ക് ക്ഷേത്രങ്ങളും കാര്യങ്ങളും എല്ലാമായിട്ട് അവർ വളരെ സന്തോഷമായിട്ടിരിക്കുകയാണ്. പക്ഷെ ഇവർക്ക് എപ്പോഴും വീട്ടിൽ ഇങ്ങനെ അനർത്ഥങ്ങൾ വരുമ്പോൾ ഇവര് ജ്യോതിഷമൊക്കെ നോക്കുന്ന ആൾക്കാരാണ്. പ്രശ്നം വെച്ച് നോക്കും, നിങ്ങളുടെ കുടുംബദേവതയെ നിങ്ങൾ നഷ്ടപ്പെടുത്തി, അതിന്റെ കോപം ഉണ്ടെന്നാ കാണുന്നത്. അതുകൊണ്ടാണ് ഇവർ എവിടെയാണെന്ന് അന്വേഷിക്കാൻ ഈ ഭൂമിയുടെ പിന്നെ ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചത്, എവിടെയാണ് ഇവർക്ക് ഉണ്ടായിരുന്ന ഭൂമി അങ്ങനെ കണ്ടെത്തിയത്. അതിന്റെ ഡോക്യുമെന്റ് എല്ലാം ഉള്ളതാണ്. അപ്പൊ ഇത് ഇവര് പക്ഷെ കൊടുക്കാൻ തയ്യാറായില്ല, എത്രയോ തലമുറകളായിട്ട് ഇവരുടെ കയ്യിലിരിക്കുകയാണ്. അപ്പൊ ഈ നമ്പൂതിരി ഫാമിലി വന്നാവശ്യപ്പെട്ടത്, അവരോട് പറയുന്നത് എന്താന്ന് ചോദിച്ചാല്, പ്രശ്നത്തിൽ പറയുന്നത്, നിങ്ങള് എന്തിനെ എന്നെ ഉപേക്ഷിച്ചു പോയി, എന്നെ കളഞ്ഞിട്ട് പോയി, അതില് എനിക്ക് അതൃപ്തി ഉണ്ടെന്നാണ് ദേവത പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ കുടുംബദേവതയെ ഇവര് കളഞ്ഞിട്ട് പോയി. എങ്ങനെ കളഞ്ഞിട്ട് പോയി എന്ന് ചോദിച്ചാൽ, ഈ സ്വത്തുക്കള് ആരോ അതിക്രമിച്ച് സ്വന്തമാക്കിയതാണോ, ഒരു പക്ഷേ പിന്നെ അവർക്ക് താല്പര്യമില്ലാതെ കൊടുത്തതാണോ, അതോ പിടിച്ചെടുത്തതാണോ, എന്തായാലും അത് അവരുടെ സന്തോഷത്തോടെ കൊടുത്തതല്ല. അപ്പൊ ഇവര് ഈ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് അവിടെ രക്ഷയില്ലാതെ പലായനം ചെയ്തപ്പോൾ ഇവര് പോയി. പക്ഷെ ദേവതയോട് ഉപേക്ഷിച്ചിട്ട് പോയി. ക്ഷേത്രമൊക്കെ കളഞ്ഞു, ദേവതയും പ്രതിഷ്ഠയും എല്ലാം കളഞ്ഞിട്ട് പോയി. അപ്പൊ അതിന്റെ ദോഷമായിരുന്നു അവർക്കുള്ളത്. അപ്പൊ അതിനുശേഷം പിന്നെ ഇപ്പോ, അതാണ് ഞാനിപ്പോ പറയാൻ കാരണം, ഇപ്പൊ അവിടെ പ്രതിഷ്ഠയും ക്ഷേത്രമൊക്കെ നടക്കുകയാണ്. പുനഃപ്രതിഷ്ഠ ഒരു 10 ദിവസത്തിനകത്തുണ്ട്. അപ്പൊ അവരെന്നെ വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ് എനിക്കിപ്പോ ഈ കാര്യത്തെ പറ്റി ഓർമ്മ വന്നത്. അപ്പൊ ഈ 2 കുടുംബങ്ങൾക്കും അതിന്റെ ദോഷം ഉണ്ടായിരുന്നു. അതായത് ഈ ദേവതയെ വേണ്ടവണ്ണം പരിപാലിക്കാതിരുന്നവർക്കും, എന്തു തന്നെ ആപത്ത് വന്നാലും സ്വന്തം ഉപാസനാമൂർത്തിയെ ഉപേക്ഷിച്ചിട്ട് പോയവർക്കും. അതില് എനിക്കൊരു സംശയം, ഇപ്പൊ 2 കുടുംബങ്ങളാണല്ലോ, ഒരു ക്ഷേത്രവും. തീർച്ചയായും. അപ്പൊ ഈ ഒരു ക്ഷേത്രം തന്നെ 2 കുടുംബത്തിന്റെ ക്ഷേത്രമായത് അതെങ്ങനെ ശരിയാവും? അതെങ്ങനെയാ ശരിയാകുകയെന്ന് വെച്ചാൽ, ഏറെ വർഷങ്ങളായിട്ട് അവരിവിടുന്ന് ദേവതയെ ഉപേക്ഷിച്ചിട്ട് പോയല്ലോ. ഇപ്പൊ പക്ഷെ ഈ ക്ഷേത്രം ഇവരുടെ തന്നെ ഭൂമിയിലും ഇവരുടെ അധീനതയിലും ഇവരുടെ വീടിന്റെ മുന്നിലുമാണ് ഉള്ളത്. അപ്പൊ എത്രയോ വർഷങ്ങളായിട്ട് അവിടെ ഇരിക്കുമ്പോൾ ആ ദേവതയ്ക്ക് ഇവരോട് ഒരു ഇഷ്ടം തോന്നിക്കാണും. അതായത് ഒരെണ്ണം ഉപേക്ഷിച്ചത് കൊണ്ടും ഒരെണ്ണം പരിപാലിക്കാത്തത് കൊണ്ടും.
കാരണം അത് എനിക്ക് ഈ പലപ്പോഴും വലിയ അമ്പലങ്ങൾ, ചില അമ്പലങ്ങൾ ഇപ്പോൾ ചില ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സ്പെസിഫിക് ആയിട്ട് പറയണമെങ്കിൽ ശർക്കര ദേവി ക്ഷേത്രം അവരുടെ കുടുംബക്ഷേത്രമാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ശർക്കര ദേവി ക്ഷേത്രം ഭയങ്കര വലിയൊരു അമ്പലമാണ്. അത് ഒരു കുടുംബം അല്ല അത് പറഞ്ഞു കേട്ടിട്ടുള്ളത്, മൾട്ടിപ്പിൾ കുടുംബത്തിലെ അംഗങ്ങൾ അത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ പരിചയത്തിൽ ഇപ്പോൾ ഒരു കുടുംബക്ഷേത്രം എനിക്കറിയാവുന്ന ഒരു കുടുംബക്ഷേത്രമാണെങ്കിൽ ലിങ്ക്ഡ് ആയിട്ടുള്ള കുറച്ച് ഫാമിലീസ്, ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ പിരിഞ്ഞു പോയിട്ടുള്ള കുറച്ച് ഫാമിലീസ് അവരുടെ എല്ലാവരുടെയും ആണെന്ന് ഇപ്പം പറയും. പക്ഷേ ഇത് എവിടേക്കോ കിടക്കുന്ന പല ആൾക്കാരും വന്നിട്ട് ഇതെൻ്റെ കുടുംബക്ഷേത്രമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇതെങ്ങനെയാണ്? അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല. ഒരുപക്ഷെ ആ ഭാഗത്ത് താമസിച്ചിരുന്ന വ്യക്തികൾ പിരിഞ്ഞ് പോയി അവര് വേറെ തറവാടായിട്ട് വേറെ ഫാമിലി ആയിട്ട് പോയപ്പോൾ അവരുടെ ദേവതയാണെന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടാവുള്ളൂ. അതായത് ഇതെല്ലാം ലോകത്തുള്ളവരുടെ എല്ലാവരുടെയും കൂടെ കുടുംബദേവതയാവാൻ തരമില്ലല്ലോ. അപ്പൊ ഈ പറയുന്ന ആൾക്കാർ ഇപ്പൊ വേറെ എവിടെയെങ്കിലും ആണെങ്കിലും അവര് എന്തെങ്കിലും ഒരിക്കൽ ഏതെങ്കിലും പൂർവികരെ അവിടെ ഉണ്ടായിരുന്നിരിക്കണം. ഓക്കെ. അപ്പൊ ഈ ഒരു കുടുംബത്തിന് ഒരു കുടുംബക്ഷേത്രം എന്ന് പറയുമ്പോൾ സ്പെസിഫിക്കലി ഒരു കുടുംബത്തിന്റെ മാത്രമേ ആവത്തുള്ളൂ അല്ലേ? തീർച്ചയായും. അതിലുള്ള അത് പിന്നെ അത് സ്പ്രെഡ് ചെയ്ത് പോകുമല്ലോ അതിലുള്ള ആൾക്കാരൊക്കെ. അങ്ങനെ ഉണ്ടാവാൻ വഴിയുള്ളൂ. ഏതായാലും ഒരാളാണ് ഇത് വെക്കുന്നത്, അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട്. അപ്പൊ അമ്മയുടേതാണോ അച്ഛൻ്റെ? അത് വ്യത്യസ്തമാണ്. അത് സമുദായം അനുസരിച്ച്, കാസ്റ്റ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടു വരും. അത് നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിലുള്ള ബിലീഫ് സിസ്റ്റത്തിലുള്ളതാണ്. അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും നോക്കണം എന്നാണ്. കാരണം DNA ഇപ്പൊ ബ്രാഹ്മൺസ് ആണെങ്കിൽ അച്ഛൻ്റെ വഴിക്ക് മാത്രമേ നോക്കാറുള്ളൂ. പക്ഷെ അമ്മയുടെ വഴിക്കുള്ള ദേവതയുടെ ഇൻഫ്ലുവൻസ് അവരുടെ ജാതകങ്ങളിൽ കാണാറുണ്ട്. തീർച്ചയായിട്ടും കാണാറുണ്ട്. രോഗങ്ങളായാലും നല്ല കാര്യങ്ങളായാലും മോശം കാര്യങ്ങളായാലും. കാരണം നമ്മളുടെ DNA എന്ന് പറയുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും തുല്യമായിട്ടുള്ളതല്ല. അപ്പൊ ആ ജെനറ്റിക്കൽ ഘടകങ്ങളും അതുമായിട്ടുള്ള ബന്ധങ്ങളും എല്ലാം തുല്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും രണ്ടും ദേവതകളുടെയും സ്വാധീനമുണ്ടാവും. അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ അനിഷ്ടമായിട്ടുള്ള കാര്യങ്ങളും നല്ല കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയാണ്. നമുക്കിപ്പോൾ ചില കേസസിൽ നമ്മൾ നോക്കുമ്പോഴേ, എനിക്ക് ഇപ്പോൾ ഒരു കുടുംബക്ഷേത്രം ഉണ്ടാവാം, പക്ഷെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് വേറൊരു അമ്പലമുണ്ട്. അപ്പം എനിക്ക് ഇമോഷണലി അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രേയേഴ്സിൽ ഒരു പക്ഷേ കൂടുതൽ ഞാൻ എന്നും കാണുന്ന, ഞാൻ എന്നും ആരാധിക്കുന്ന, അല്ലെങ്കിൽ സ്നേഹത്തോടെ ചില പ്രെയർ പോലും അല്ലെങ്കിൽ ചില ഡിവൈനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പോലും ഭയങ്കര ഇതാവണം എന്നില്ലല്ലോ. വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു ഫീലിംഗ് വരാം. ഇപ്പം നമ്മൾ സിനിമയിൽ തന്നെ നന്ദനം സിനിമയിൽ ബാലാമണി കണ്ണനോട് സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഒരു വളരെ റെസ്പെക്ട്ഫുൾ പൊസിഷനിൽ നിന്നുള്ള ഒരു സുഹൃത്ത് പോലെയോ അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മ കുഞ്ഞിനോടെന്ന പോലെയൊക്കെ വാത്സല്യത്തോടെയൊക്കെ സംസാരിക്കാറുണ്ട് ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഒരു ഭാവത്തിൽ നമ്മൾ നമ്മുടെ അടുത്തുള്ള ചിലപ്പോൾ നമുക്ക് അതേപോലെ ഒരു ഭക്തിയോ ഇതോ നമ്മുടെ ഈ കുടുംബക്ഷേത്രം എന്ന് പറയുന്ന ദേവതയോട് ഉണ്ടാവില്ല. അപ്പോ അതിലെന്തെങ്കിലും ഒരപാകതയില്ല. ദേവതകൾ എപ്പോഴും നമ്മുടെ സന്തോഷമാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ അവിടെ ചെന്നിട്ട് അത് തരൂ ഇത് തരൂ, അവർക്ക് അങ്ങനെ കൊടുക്കൂ ഇങ്ങനെ കൊടുക്കൂ എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ചില പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് ചില വലിയ രൗദ്രഭാവങ്ങളുള്ള ക്ഷേത്രങ്ങളൊക്കെ നമ്മൾ പോയി നിന്നാൽ അടുത്ത് നിൽക്കുന്ന സ്ത്രീകളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവളോട് ചോദിക്കണം, അതായത് ആരോടോ പ്രതികാരം ചെയ്യണമെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനെയൊന്നുമുള്ള കാര്യങ്ങൾക്കല്ല. ദേവതകൾ എപ്പോഴും നമ്മുടെ അടുത്തു നിന്ന് സ്നേഹമാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ആ ഹൃദയം കൊണ്ടുള്ള അടുപ്പം. അതിപ്പം നമ്മൾക്ക് പൂർവ്വജന്മാർജിതമായിട്ട് ചില ദേവതകളോട് ഇഷ്ടമുണ്ടാകാം, അല്ലെങ്കിൽ നമ്മളുടെ അടുത്തുള്ള ദേവതകളോട് ഇഷ്ടമുണ്ടാകാം. ഇപ്പൊ ചിലരുടെ ജാതകം നോക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങളുടെ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ദേവിയുണ്ട്, നിങ്ങൾ പോയി ആ ദേവിയോട് പറയൂ, നിങ്ങളുടെ കുഞ്ഞമ്മയോ വല്യമ്മയോ ചേച്ചിയോ പോലെ നിങ്ങളെ സഹായിക്കാനായിട്ട് വാത്സല്യത്തോടെ ഇരിക്കുകയാണ്. നിങ്ങൾ പോയി ശരിക്കും അവരുടെ ജാതകത്തിൽ നോക്കുമ്പോൾ അങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ട് അവിടെ. അപ്പൊ അവിടെ പോയി പ്രാർത്ഥിക്കുക, അതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും നല്ലത്. പക്ഷെ കുടുംബദേവതയെ നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മളുടെ മുത്തശ്ശനും അവിടെയുണ്ട്, നമുക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും നമ്മൾ വർഷത്തിലെങ്കിലും പോയി കാണണമല്ലോ, അത്രയേ ഉള്ളൂ. അതേസമയം നമുക്ക് വേറൊരാളെ ആയിരിക്കും നമുക്ക് ഏറ്റവും ഇഷ്ടം, അവരോട് സ്നേഹം ഉണ്ടാകുന്നതിന് എന്താ തെറ്റ്? അതിൽ അപാകതയൊന്നുമില്ല. കുടുംബദേവതയെ മാത്രം നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്നൊന്നുമില്ല. പക്ഷെ നമ്മുടെ കുടുംബത്തിലെ ഒരു പ്രധാന സംഭവം നടക്കുമ്പോൾ നമ്മൾ അവരെ സ്മരിക്കണം, പൂർവീകരെ സ്മരിക്കുന്നത് പോലെ. അതേപോലെ വർഷത്തിലെ നമ്മുടെ സൗകര്യം അനുസരിച്ച് അവിടെ പോയി ദർശനം ചെയ്യണം. അതൊക്കെ ആവശ്യമുള്ള കാര്യമാണ്. നമുക്ക് വേണ്ടിയിട്ട് ഒരു ദേവത അവിടെ ഇരിക്കുകയാണ്. ഇത് ഗ്രാമദേവതയാണ്, എല്ലാവരുടെയും നല്ലതിന് വേണ്ടി ഇരിക്കുകയാണ്. പക്ഷെ നമ്മളും അവരുമായിട്ടൊരു പ്രത്യേക സ്നേഹമുണ്ട്. അത് അസ്ട്രോളജിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്ലാനറ്ററി പീരീഡ് നടക്കുമ്പോൾ ചില തലങ്ങളുമായിട്ട് നമ്മൾക്ക് ഒരു താതാത്മ്യം ഉണ്ടാകും. ആ ഒരു വേവ് ലെന്ത് അങ്ങനെയാണ്. ഇപ്പൊ ചില വേൾഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ
ആകാശത്ത് തട്ടിട്ടൊന്നുമല്ല, ഒരു വൈബ്രേഷൻ. ഇപ്പം നമ്മൾക്ക് റേഡിയോ തരംഗങ്ങൾ എല്ലായിടത്തും കൊണ്ട് ഡിവൈസ് ട്യൂൺ ചെയ്ത് നമുക്ക് വേണ്ട സ്റ്റേഷൻ കിട്ടുന്നത് പോലെ നമ്മൾക്ക് ചില സമയം ചില കണക്ഷനാണ് കൂടുതലായിട്ടാണ്. ചിലപ്പം പിതൃവേൾഡുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും, താതാത്മ്യപ്പെട്ടിരിക്കും. ആ സമയത്ത് പിതൃക്കളുടെ പ്രസൻസും അവരെ കൊണ്ടുള്ള ഗുണവും ദോഷവും ഒക്കെ ആ വ്യക്തിക്ക് അനുഭവപ്പെടും. അതുപോലെ ചിലപ്പോൾ ദേവത ലോകവുമായിട്ട് തലവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ പ്രസൻസ് അനുഭവപ്പെടും. മനസ്സിലായില്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ആ മൈൻഡ് ആ സമയത്തെ പ്ലാനറ്ററി പീരീഡുമായിട്ട് ഈ ദേവതയുമായിട്ട് വളരെ കണക്റ്റഡ് ആയിരിക്കും. ഇനി അതല്ല എങ്കിൽ ഈ തരം വ്യക്തികൾ, ഞാൻ ഇപ്പൊ ഈ കണ്ട ജാതകങ്ങളിലൊക്കെ ഉള്ള വ്യക്തികൾ പൂർവ്വജന്മത്തിലും അവിടെ ജീവിച്ചിട്ടുണ്ടാകും. ഈ ദേവതയുടെ പിന്നെ പൂർവ്വ കാലത്ത് ഈ ദേവതയെ ഉപാസിച്ചിട്ടുണ്ടാകും. അതിനുശേഷം പിരിഞ്ഞു വയസ്സുള്ള വീണ്ടും ആ അടുത്ത പ്രദേശത്ത് പുനർജനിച്ചിട്ടുണ്ടാകും. അത് ദേവതയെ കാണാൻ വേണ്ടിയെന്നല്ല, അച്ഛനും അമ്മയായിട്ടൊക്കെ വേറെ കർമ്മങ്ങളുണ്ട്. പക്ഷെ ആ ദേവതയ്ക്ക് ഒരു മുൻപരിചയം ഉണ്ടാകും ഈ വ്യക്തിയുമായിട്ട്. അപ്പൊ ആ ദേവതയോട് പ്രാർത്ഥിക്കുമ്പോൾ ഇവർക്കും വളരെ അടുപ്പം തോന്നും, ആ ദേവതയ്ക്ക് ഈ വ്യക്തികളോടും തോന്നും. അതേപോലെയാ നമ്മൾ ചില ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മളുടെ പ്രത്യേക തരത്തിലുള്ള വ്യത്യാസങ്ങൾ നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ പ്രാണ ലെവലിലും ഒക്കെ ഉണ്ടാകും. അതൊക്കെ വളരെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ വിശ്വസിക്കാൻ ഇതൊരു പ്രയാസമുള്ള കാര്യമാണ്. എനിക്ക് ചില ആൾക്കാർ ഇപ്പൊ ചില കുടുംബത്തിലെ സാഹചര്യം വെച്ചിട്ട് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഇപ്പൊ ഈ ചേച്ചിയുടെ ഫ്രണ്ടിന് ഇങ്ങനെ ഒരു കണ്ടുപിടിക്കാൻ പറഞ്ഞു. ആ സമയത്ത് ഒരു നിമിത്തം പോലെ ചേച്ചി അവിടെ ചെല്ലാനും ഇത്രയും എഫേർട്ട് എടുത്ത് ഇത് കണ്ടുപിടിക്കാനും ശ്രമിച്ചത് കൊണ്ട് അത് പോസിബിളായി. എല്ലാവർക്കും അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. അവർക്കിങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല, അവർ എഫേർട്ട് എടുത്തു കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെ ശരിക്കും അതിനകത്തുള്ള കാര്യം എന്ന് പറഞ്ഞാല് ഞാൻ ഇവിടെ ഒരു നിമിത്തം മാത്രമാണ്. അത് എന്റെ സുഹൃത്തായതുകൊണ്ടോ ഒന്നുമല്ല, ആ ദേവത നിശ്ചയിക്കപ്പെട്ടത് തന്നെയാണ്. എന്നിൽ കൂടി ആ ദേവത ഇവര് തിരിച്ചറിയണം. അതൊക്കെ ഒരു കർമ്മ ബന്ധമാണ്. ഞാനും ആ സുഹൃത്തുമായിട്ടുള്ള കർമ്മബന്ധമുണ്ട് അതിനകത്ത്, ആ ദേവതയുമായിട്ടൊരു കർമ്മബന്ധമുണ്ട്. എന്നെ അതിന് നിയോഗിച്ചു എന്നുള്ള ഒരു വലിയ കർമ്മമുണ്ട്, പുണ്യമുണ്ട്. അപ്പൊ എനിക്ക് ഇതിനൊക്കെ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡാണ്. ദേവി എന്നെയാണല്ലോ തെരഞ്ഞെടുത്തത്. പിന്നെ എനിക്ക് ഭയങ്കര അതിശയമാണ് എപ്പോഴും ഇതിനെപ്പറ്റി. ഇതൊക്കെ കാണുമ്പോൾ എന്നൊന്നും കാണുന്നതാണ്, ഒരുപാട് വർഷങ്ങളായിട്ട്. എന്നാലും എനിക്കൊരു അതിശയവും ഭയങ്കര ഒരു എന്താ പറയുക, എന്നിൽ കൂടെ ആ ദേവി ഇവരോട് സംസാരിച്ചല്ലോ. അത് അവരുടെ സമയമായതുകൊണ്ട് മാത്രമാണ്. എനിക്കിവിടെ പ്രസക്തിയില്ല. അവർക്ക് ഈ ദേവതയെ കാണാനും ആ ദേവതയ്ക്ക് ഇത്ര കാലം ഇങ്ങനെ ഇരിക്കാനും ഈ സമയത്ത് ആളുകൾക്ക് അറിയപ്പെടാനും, ഒരുപക്ഷെ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടു പോയ ആയതുകൊണ്ട് ആ ദേവി ആ പ്രസൻസ് അറിയിക്കാതിരുന്നതാകാം. ഇല്ലെങ്കിൽ ഇതിനു മുൻപേ, ഈ മഴ വരുന്നതിന് മുൻപേ എന്തെല്ലാം സാഹചര്യത്തിൽ അവർക്ക് കണ്ടെത്താൻ പറ്റുമായിരുന്നു ആ വിഗ്രഹം. അവിടെ കിളച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. പക്ഷെ ആ ഭാഗത്ത് അവരൊന്നും ചെയ്തിട്ടില്ലാത്തത് കൊണ്ടല്ലേ അറിയാത്തത്. അപ്പോഴാണ് സമയമാണ് അതിനകത്തെ പ്രധാന ഘടകം. പിന്നെ ഞാൻ എൻ്റെ സുഹൃത്തിനോട് സുഹൃത്തായി ഇരിക്കണമെങ്കിൽ തന്നെ അതിന് തന്നെ ഒരുപാട് കർമ്മബന്ധങ്ങളുണ്ട്. ഇതിങ്ങനെ നമുക്ക് ഒരിക്കലും വിശദീകരിക്കാൻ പറ്റാത്തതുപോലെ ചിലന്തി വല പോലെ ഇരിക്കുകയാണ്. ഇപ്പം നമ്മളുടെ അടുത്ത് ഒരാള് ഒരു കാര്യം അറിയണമെങ്കിൽ അവരും നമ്മളിലൊരു ബന്ധം വേണം, നമ്മളുമായിട്ടൊരു ബന്ധം വേണം, അവർക്കത് അറിയാനുള്ളൊരു യോഗം വേണം. ഇപ്പോൾ ഒരു ജാതകം പരിശോധിക്കുമ്പോൾ തന്നെ വളരെ അടുപ്പമുള്ള ആൾക്കാരായിരിക്കും. ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും, മുൻപേ നോക്കിയിട്ടുണ്ട്, പരിചയപ്പെട്ട് 5 വർഷം കഴിയുമ്പോഴായിരിക്കും അവരുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവർ ചെയ്തെന്തേ പണ്ട് പറയാൻ ഞാൻ ചോദിക്കാറുണ്ട്. പണ്ട് ഇവരൊന്നും അറിയേണ്ടതല്ല, അത്രേ ഉള്ളൂ. അതാണ് അതിൻ്റെ ശരിക്കുള്ള ഒരു വിശദീകരണം. അല്ല, രണ്ടാമത്തെ ഒരു സാഹചര്യം ഉള്ളത്, ചില ആൾക്കാർക്ക് ഇപ്പോൾ ഇതറിഞ്ഞു, ഇത് കണ്ടുപിടിച്ചു, ഇപ്പൊ പുനരുദ്ധരിച്ച് അതിനെ പുനഃപ്രതിഷ്ഠ ചെയ്യുവാണെന്ന് ചേച്ചി പറഞ്ഞു. പക്ഷെ പല ആൾക്കാർക്കും സാമ്പത്തികമായി അങ്ങനെ ഒരു അവസ്ഥയില്ലാത്ത ആൾക്കാരുണ്ടാവാം. അല്ലെങ്കിൽ ചില കുടുംബക്കാരെല്ലാവരും ഒരുപോലെ സഹകരിക്കണം എന്നില്ല. ആ സഹകരണം ഇല്ലാത്തത് കൊണ്ട് തന്നെ ബുദ്ധിമുട്ട്. ഇപ്പോൾ ഈ കുടുംബക്ഷേത്രം അവിടെ പണിയാൻ അവിടെ അടുത്ത് താമസിക്കുന്ന അതേ കോമ്പൗണ്ടിൽ താമസിക്കുന്ന ആൾക്കാർ സമ്മതിച്ചത് കൊണ്ട് ഇത് പോസിബിളായി. അവർക്ക് ഇതുപോലെ വിശ്വാസം ഇല്ല, ഇവിടെ ഇങ്ങനെ ക്ഷേത്രമൊന്നും പണിയാൻ പറ്റില്ല എന്ന് പറയണോ? അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസസിൽ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെന്താന്ന് ചോദിച്ചാൽ അവർക്ക് അതിന് ഉള്ള അനുഭവങ്ങൾ വരും, ആ സമയമായിട്ടില്ല, അതാണ്. പിന്നെ അവർക്ക് താല്പര്യമുണ്ട്, സാമ്പത്തികം ഇല്ല എന്ന് പറഞ്ഞിട്ട് നടക്കാതിരിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഒരാളുടെ ശരിയായിട്ടുള്ള ഒരു സങ്കല്പം ഉണ്ടെങ്കിൽ തന്നെ കാര്യം നടക്കും. ഈ കൂട്ടത്തിലുള്ള ഒരു വ്യക്തി ആഗ്രഹിക്കുകയാണ്, ഇവിടെ എനിക്ക് അത്രയും ആ ദേവതയോട് അവർക്ക് ഹൃദയം കൊണ്ടുള്ള അടുപ്പം വേണം. അപ്പോൾ ഉള്ളൊരു പ്രാർത്ഥന തീർച്ചയായിട്ടും അതിനാളുകൾ സഹായിക്കാൻ തയ്യാറായിട്ട് ഒരു സംഭവിക്കുകയും ചെയ്യും. ഇനി ഇതൊന്നും എനിക്ക് ബാധകമല്ല എന്ന് പറയുന്ന ആൾക്കാര് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ബാധകമായിക്കൊള്ളും. അങ്ങനെയാണ് കണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ
വളരെ എൻലൈറ്റനിങ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. ഒരുപാട് പേർക്ക് അറിയാൻ താല്പര്യമുള്ള ഒരു വിഷയമായിരുന്നു കുടുംബക്ഷേത്രവും അതിൽ നമുക്കറിയാം, പലർക്കും കുടുംബക്ഷേത്രം എവിടെയാണെന്ന് അറിയാം, ചിലർക്ക് അത് അറിയില്ല. പല കേസസിലും ഇന്നതാണ് കുടുംബക്ഷേത്രം എന്ന് വർഷങ്ങളായി ആരാധിച്ച് വന്നിട്ട് ജോത്സ്യന്റെ അടുത്ത് പോകുമ്പോൾ അവർ പറയാറുണ്ട്, അയ്യോ അത് നിങ്ങളുടെ കുടുംബക്ഷേത്രമല്ല, വേറൊരെണ്ണം ഉണ്ട് എന്ന് പറയണം. അങ്ങനത്തെ കേസുകളും ഉണ്ട്. അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒരുപാട് അതുമായിട്ടെല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരമാണെന്ന് ശാന്ത ചേച്ചി നമുക്ക് നൽകിയിരിക്കുന്നത്. ദി അൺഎക്സ്പ്ലെയിൻഡിന്റെ മറ്റൊരു എപ്പിസോഡിൽ ഇനിയും കണ്ടുമുട്ടുന്നത് വരെ നമസ്കാരം.